ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ സുവിശേഷങ്ങളെ കുറിച്ചുള്ള ക്ലാസ്സാണ്. സിനോപ്റ്റിക് ഗോസ്പൽ, മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നീ സമാന്തര സുവിശേഷങ്ങളെ കുറിച്ചുള്ള ക്ലാസ്സിലാണ് നമ്മളായിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വളരെ ബന്ധപ്പാടുകളും അഞ്ചാമത്തെ ആഴ്ചയെ ഞാൻ വരാറുണ്ടായിരുന്നു. അതുകൊണ്ട് അഞ്ചാമത്തെ ആഴ്ച വളരെ കുറവാണ് നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇന്ന് നോളി ബ്രദറിൻ്റെ ക്ലാസ്സാണ് ഞാൻ നിന്നോട് എടുക്കുക. കഴിഞ്ഞ ദിവസം എനിക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മത്തായി സുവിശേഷത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മത്തായി സുവിശേഷം യേശുക്രിസ്തുവിനെ രാജാവായിട്ട് അവതരിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞത്. ഓരോ സുവിശേഷങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകമായിരിക്കുന്ന വ്യക്തിത്വത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് നമ്മൾ പറഞ്ഞത്. മത്തായി സുവിശേഷം യേശുക്രിസ്തുവിൻ്റെ രാജത്വത്തെക്കുറിച്ച് പറയുന്നതാണ്. യേശു എന്താ പറയുക, മശിഹ ആയി യഹൂദന്മാർ കാത്തിരുന്ന മശിഹ ആയിട്ട് കാത്തിരുന്ന. അപ്പം അന്നത്തെ കോണ്ടെക്സ്റ്റിൽ അവിടുത്തെ സാഹചര്യം അനുസരിച്ചിട്ട് അവർക്കത് വളരെ, യഹൂദന്മാർക്ക് അത് വളരെ ഫെമിലിയർ ആണ്. പെട്ടെന്ന് അവർക്കത് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. കാരണം അവർ രാജ്യം നഷ്ടപ്പെട്ടിട്ട് അവർ ഇപ്പോൾ റോമാ ഭരണത്തിൻ്റെ കീഴിലായിരിക്കുകയാണ്. റോമാ ഭരണത്തിൻ്റെ കീഴിൽ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷ് എന്താ പറയുക, ആ എംപയറിൻ്റെ കീഴിൽ നമ്മൾ ആയിരുന്നപ്പോൾ നമ്മൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, നമ്മൾ അടിമകളായിരുന്നു. അപ്പം അതുപോലെ മറ്റൊരു രാജ്യം വന്ന് അവരെ അധിനിവേശം നടത്തി ഭരിക്കുമ്പോൾ അതിൻ്റെ എല്ലാവിധമായിരിക്കുന്ന പ്രതിസന്ധികളും അവർക്കുണ്ടായിരുന്നു. അതിലത്തെ ഒരു കാര്യമാണ് ടാക്സ് കളക്ഷൻ, ചുങ്കം പിരിവ്. നമ്മളെ അന്ന് എടുത്തു നിർത്തിയതേ 5 വിധത്തിലുള്ള അത്ഭുതങ്ങൾ. അതന്നെ. അപ്പൊ ഞാൻ വരികയാണ്, അതിന്റെ അടുത്ത ഭാഗമാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് രാജാവിന്റെ അവതരണം, രാജാവിന്റെ അവകാശവാദങ്ങള്, രാജാവിന്റെ പ്രവൃത്തികള്. രാജാവിന്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞതാണ് ഇപ്പൊ മിനിസിസ്റ്റ് പറഞ്ഞത്, യേശു അത്ഭുതങ്ങൾ, 5 വിധത്തിലുള്ള അത്ഭുതങ്ങളാണ് യേശു എഴുതിയിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാര്യം രോഗശാന്തി. യേശു ഭൂമിയിലായിരുന്നപ്പോൾ വളരെയധികം, അന്നത്തെ രോഗശാന്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, വളരെ പ്രാകൃതമായിരിക്കുന്ന രീതിയിലാണ് അവരുടെ ചികിത്സാ രീതികൾ പലതുമായിരുന്നത്. അവിടെയാണ് യേശുവിന്റെ അത്ഭുതകരമായിരിക്കുന്ന രോഗശാന്തി അവർക്ക് നൽകുന്നത്. രണ്ടാമത് ഭൂതശാന്തി. യേശു ക്രിസ്തുവിന്റെ വരവിനോടനുബന്ധിച്ച് ആ കാലഘട്ടത്തിൽ അന്ധകാര യുഗത്തിൽ പൈശാചികമായിരിക്കുന്ന ബാധയാൽ പലരും രോഗികളായിരുന്നു. ആ രോഗികളെ പറയില്ല, ഭൂതാത്മാവ് ബാധിച്ച കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കുമ്പോൾ യേശു പറയുന്നത് അതാണ്, 18 ആണ്ട് ഇവളെ അടിമയാക്കി വെച്ചിരുന്നു, ഇപ്പോൾ സ്വതന്ത്രമാക്കി വിടേണ്ടതല്ലയോ എന്ന് പറയുന്നു. അപ്പൊ ഭൂതശാന്തി വന്നു. അടുത്ത പ്രകൃതി ശക്തികളിന്മേലുള്ള അത്ഭുതങ്ങൾ. പ്രകൃതി ശക്തികളിന്മേലുള്ള അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് അതിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റും? കടലിന്മേൽ നടന്നത്, പ്രകൃതി വസ്തുക്കളുടെ വർധനവ്, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുന്നത്, തുടങ്ങിയ അത്ഭുതങ്ങളെല്ലാം പ്രകൃതി ശക്തികളിന്മേൽ നടന്ന അത്ഭുതങ്ങളാണ്. അടുത്തതായിട്ട് പറഞ്ഞ തന്നിൽ തന്നെ നടന്ന അത്ഭുതങ്ങൾ. യേശു മരിച്ചവരെ ഉയർപ്പിച്ചത്. മരിച്ചവരെ ഉയർപ്പിച്ചത് നമുക്കറിയാം. യേശു 3 ആളെയാണ് മരിച്ചവരെ ഉയർപ്പിച്ചതായിട്ട് നമുക്ക് ബൈബിളില് രേഖകളിൽ നമ്മൾ കാണുന്നത്. മറ്റനേക കാര്യങ്ങളുണ്ടായിരിക്കാം. യോഹന്നാൻ പറയുന്നത് യേശു ചെയ്ത എല്ലാ അത്ഭുതങ്ങളും നമുക്ക് എഴുതാൻ കഴിയില്ല, അതിന് സാമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ, യേശു ദൈവത്തിനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവരുടെ നാമത്തിൽ ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അത് നമുക്ക് മനസ്സിലാക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് എഴുതിയിരിക്കുന്നത്. തന്നിൽ തന്നെ നടന്ന അത്ഭുതങ്ങൾ, യേശുവിൽ തന്നെ നടന്ന അത്ഭുതങ്ങൾ, ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. അതിൽ ഒന്നാണ് മറുരൂപമലയിൽ രൂപാന്തരപ്പെടുന്ന, തേജസ്കരിക്കപ്പെടുന്ന യേശുവിൻ്റെ രൂപം നമുക്കറിയാം. പിന്നെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന യേശുവിനെ നമുക്കറിയാം. അപ്പൊ ഇതൊക്കെ തന്നിൽ തന്നെ നടന്ന അത്ഭുതങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി. അടുത്തതായിട്ട് പറയണം, അതിന്റെ 13-ാം അധ്യായം 53-ാം വാക്യം തുടങ്ങി ഉള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അത് രാജാവിന്റെ കാര്യപരിപാടി. ഒരു രാജാവ് തൻ്റെ രാജ്യം സ്ഥാപിക്കാനായിട്ട് രാജാവിന്റെ ചില പദ്ധതികൾ ഉണ്ടായിരിക്കും. ഇതുപോലെ മത്തായി സുവിശേഷത്തിൽ 13 മുതലുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നതാണ് രാജാവിന്റെ കാര്യപരിപാടികൾ. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രാജാവിന്റെ കാര്യപരിപാടി മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് അവരോട് പറയുന്നത്, ഒന്ന്, യോഹന്നാന് ഒരു സന്ദേശം. യോഹന്നാൻ ശിഷ്യന്മാരെ വിട്ട് ചോദിക്കുകയാണോ? യോഹന്നാൻ പ്രതീക്ഷിക്കുകയാണ്, യേശു രാജാവായിട്ട് വന്നെങ്കിൽ ഇപ്പൊ തന്നെ രാജ്യം സ്ഥാപിക്കും, അത്ഭുതങ്ങൾ നടത്തും, തന്നെ സ്വതന്ത്രനാക്കിയിട്ട് വിടും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാര്യങ്ങൾ അത്ര പന്തിയിലല്ല പോകുന്നത്. രാജാവാണെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു, മശിയാണെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ യോഹന്നാൻ ഉള്ളിടത്തോളം യേശുവിന്റെ പ്രവൃത്തി ശക്തമായിട്ട് യേശു അങ്ങ്
ആരംഭിച്ചിട്ടില്ല. അപ്പോ യോഹന്നാന്റെ സന്ദേഹം, ഇത് രാജാവ് തന്നെയോ, വരുവാനുള്ളവൻ ഞങ്ങൾ കാത്തിരുന്നത് നീ തന്നെയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ യോഹന്നാന് കൊടുക്കുന്ന മറുപടിയാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ യോഹന്നാനുള്ള സന്ദേശം 11-ാം അധ്യായത്തിന്റെ 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ അത് കാണുന്നുണ്ട്. യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തിയെ കുറിച്ച് കേട്ടിട്ട് ശിഷ്യന്മാരെ അയച്ചു, വരുവാനുള്ളവൻ നീയോ മറ്റൊരുത്തനായിട്ട് കാത്തിരിക്കണമോ എന്ന് ചോദിച്ചു. അപ്പൊ യോഹന്നാനുള്ള സന്ദേശമായിട്ട് യേശു പറഞ്ഞു, അതെ ഞാൻ തന്നെയാണോ മശിഹ എന്ന് പറഞ്ഞിട്ട് വാക്കുകൊണ്ടല്ല യേശു അതിന് മറുപടി കൊടുക്കുന്നത്. യേശുവിന്റെ രാജാവിന്റെ മഹത്വത്തോടു കൂടിയുള്ള ഒരു മറുപടിയാണ് യേശു അവിടെ കൊടുക്കുന്നത്. രാജാവ് എങ്ങനെ ചെയ്യുക? പറഞ്ഞിട്ട് ഞാൻ രാജാവാണെന്ന് പറഞ്ഞിട്ടാണോ രാജാവാണെന്ന് അവതരിപ്പിക്കേണ്ടത്? അല്ല, തന്റെ മഹത്വത്തിലൂടെയാണ് യേശു രാജാവാണെന്ന് പറയുന്നത്. അവരോട് പറയുന്ന മറുപടി നല്ല രസമാണ്. യേശു അവരോട് കുരുടർ 4-5 വാക്യങ്ങളിൽ പറയാം 11-ാം അധ്യായത്തിന്റെ, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായി തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പിൻ. എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു. വളരെ രസകരമായിരിക്കുന്ന അവതരണമാണ്. രാജാവ് തന്റെ മഹത്വത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. അവിടെ വളരെ രസമായിട്ട് പറയാണ്, അന്ന് വരെ അവർ കണ്ടിട്ടില്ല, കുരുടർ കാണുന്നത് കണ്ടിട്ടില്ല, ആ ജനക്കൂട്ടം ഒരിക്കലും കണ്ടിട്ടില്ല. അവരോട് പറയണം, നിങ്ങൾ ഇത് കാണുന്നില്ലേ? രണ്ടാമത് പറയുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു. കുഷ്ഠരോഗികൾ പാളയത്തിന് പുറത്തേക്ക് എന്താ പറയാ, അവിടെ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തപ്പെട്ടുന്ന ആളുകളാണ്. പക്ഷെ അവര് സൗഖ്യം പ്രാപിക്കുകയാണ്. മൂന്നാമതായിട്ട് പറയാണ്, ചെകിടർ കേൾക്കുന്നു, ദരിദ്രരോട് മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു. അങ്ങനെ യേശുവിന്റെ മഹത്വം, താൻ രാജാവാണെന്ന് വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ അറിയിക്കാനല്ല യേശു ആഗ്രഹിച്ചത്. യേശു പ്രവൃത്തി കൊണ്ട് ചെയ്യാൻ ആഗ്രഹിച്ചത്. യേശുവിന്റെ ശിഷ്യന്മാരായ നമ്മളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ വാക്കുകളെക്കാൾ അധികം നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവരോട് നമ്മളെക്കുറിച്ച് സംസാരിക്കട്ടെ എന്നാണ്. അപ്പോൾ യോഹന്നാനുള്ള സന്ദേശം. അടുത്തായിട്ട് പുരുഷാരത്തോടുള്ള സന്ദേശമാണ്. യോഹന്നാൻ സ്നാപകനോട് പറയേ, എങ്കിലും ഇടറിപ്പോകാത്തവർ എല്ലാം ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ പുരുഷാരം സംശയിക്കേണ്ട, യോഹന്നാനെ കുറിച്ച് സംശയിക്കേണ്ട. യോഹന്നാനെ കുറിച്ച് പറയാണ്, മാർദ്ദവസ്ത്രം ധരിച്ചവർ രാജകൊട്ടാരങ്ങളിലായിരിക്കുമ്പോൾ നിങ്ങൾ യോഹന്നാനിൽ കാണേണ്ടത് പ്രവാചകനിലും വലിയവനെയാണ്. യോഹന്നാനെ കുറിച്ച് യേശു പറയുന്ന സാക്ഷ്യങ്ങളാണ്. രണ്ടാമത് പറയാണ്, ഒന്നാമത്തെ പ്രവാചകനിലും വലിയവനാണ് ഈ യോഹന്നാൻ സ്നാപകൻ. രണ്ടാമത് പറയുന്നു, എനിക്ക് മുൻപായി അയക്കപ്പെടുന്ന ദൂതനാണ് യോഹന്നാൻ സ്നാപകൻ. മൂന്നാമത് പറയാണ് 11-ാം വാക്യത്തില്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. അപ്പൊ സ്ത്രീകൾ ജനിച്ചവരിൽ നിന്ന് ഏറ്റവും യേശു പറയുന്ന ഏറ്റവും ഉന്നതമായിരിക്കുന്ന ഒരാളാണ് യോഹന്നാൻ സ്നാപകൻ. അടുത്ത് പറയാണ്, വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ. ഇത്രയും 4 കാര്യങ്ങൾ ജനത്തിന് വേണ്ടി പറയാണ്. യോഹന്നാൻ സ്നാപകന്റെ അസ്തിത്വം, യോഹന്നാൻ സ്നാപകന്റെ പ്രാധാന്യം, യോഹന്നാനെ കുറിച്ച് ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ യോഹന്നാന്റെ ഇടർച്ചയല്ല, അന്ന് സമൂഹത്തിനുണ്ടാകുന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്ന് ആ സമൂഹത്തെ തിരുത്തിക്കൊണ്ട് പറയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. 4 കാര്യങ്ങൾ ഉണ്ട്. ഒന്ന് പ്രവാചകനിലും വലിയവൻ. 2 എനിക്ക് മുൻപായി അയക്കപ്പെടുന്ന ദൂതനാണ്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ വലിയവനാണ്. 4-ാമത്തെ കാര്യം, വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുരുഷാരത്തോട് യേശുവിനെ കുറിച്ച് പറയുന്നത്. അടുത്തത് പട്ടണങ്ങൾക്കുള്ള സന്ദേശം. അവിടെ ചില പട്ടണങ്ങളുണ്ട്. കോരസീൻ, ബെത്സയിദ, കഫർനഹൂം. അതെല്ലാം വളരെ ഉന്നതമായിരിക്കുന്ന പട്ടണങ്ങളാണെന്നാണ് അവര് അഹങ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ യേശു പറയാണ്, നിങ്ങളുടെ പാരമ്പര്യങ്ങളിലും കഴിഞ്ഞ കാല അനുഭവങ്ങളിലല്ല, ഇന്നത്തെ അനുതാപത്തിലും അനുസരണത്തിലുമാണ് ഞാൻ പ്രസാദിക്കുന്നത്. അപ്പൊ യേശുവിൽ അവര് നടന്ന വീര്യപ്രവൃത്തികൾ പട്ടണങ്ങളിൽ മാനസാന്തരത്തിന് വേണ്ടിയാണ് ചെയ്തത്. പക്ഷെ മാനസാന്തരം സംഭവിക്കുന്നില്ല. അപ്പൊ ആ പട്ടണങ്ങളെ ശാസിച്ചു തുടങ്ങി. കോരസീനെ നിനക്ക് ഹാ കഷ്ടം, ബെത്സയിദയെ നിനക്ക് ഹാ കഷ്ടം, നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ
സോരിലും സീനോദോനിലും നടന്നിരുന്നുവെങ്കിൽ, പണ്ട് തന്നെ അവര് സീതോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ റെട്ടിലും വെണ്ണീറിലും ഇരിക്കുമായിരുന്നു. ന്യായവിധി ദിവസത്തിൽ നിങ്ങളെക്കാൾ സോരിനും സീതോനും സഹിക്കാവുന്നതാകും. അത് പറയണം, നീയൊക്കെ കഫർന്നവുമേ, നീ സ്വർഗത്തോളം എത്ര ഉയർന്നിരുന്നാലും ദൈവത്തെ അംഗീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ നീ പാതാളത്തോളം താണുപോകും. നമുക്കറിയാം, ഇന്ന് പല പട്ടണങ്ങളും, നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന സഭകളുണ്ട്. ഏഷ്യ മൈനറിലുള്ള തുർക്കിയിലുണ്ടായിരുന്ന സഭകളെ കുറിച്ചാണ് പറയുന്നത്. ആ സഭകള് എന്താ പറയാ, എഫസോസ്, സ്മുർന്ന, പെർഗമോസ്, തുയതൈര വരെയുള്ള ലവോദിക്ക വരെയുള്ള സഭയുണ്ട്. 7 സഭകളുണ്ട്. പക്ഷെ ആ സഭകളൊന്നും ഇന്ന് ഈ ലോകത്തിൽ ശേഷിച്ചിരിക്കുന്നില്ല. കാലഘട്ടങ്ങളെ കുറിക്കുന്നവയാണ്. എന്തുകൊണ്ടാണ്? യഥാർത്ഥമായിരിക്കുന്ന ദൈവാനുഭവത്തിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ പാതാളത്തോളം താഴ്ത്തപ്പെടും. കർത്താവിന്റെ വരവെങ്കിലും നമ്മൾ കാണപ്പെടില്ല. അപ്പൊ പട്ടണങ്ങളോടുള്ള ദൈവത്തിന്റെ സന്ദേശം, സഭകളോടുള്ള ദൈവത്തിന്റെ സന്ദേശം, കുടുംബങ്ങളോടുള്ള ദൈവത്തിന്റെ സന്ദേശം ഒക്കെ അതില് അടക്കം ചെയ്തിരിക്കുകയാണ്. അടുത്തതായിട്ട് പറയുന്ന കാര്യം, പ്രാർത്ഥനയ്ക്ക് ഉള്ള യേശുവിലേക്കുള്ളൊരു ക്ഷണം. ദ മാഗ്ന കാർട്ട എന്ന് പറയുന്ന പോലെ അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു ക്ഷണമാണ്. 11-ാം അധ്യായത്തിന്റെ അവസാന വാക്യം 28-ാം വാക്യത്തിലുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. മത്തായി സുവിശേഷത്തിലെ ഏറ്റവും മനോഹരമായിരിക്കുന്ന വാക്യമാണ്. ആരും നമ്മൾ പറയും കാർൽ മാർക്സ് ആണ് അധ്വാനവർഗ സിദ്ധാന്തമൊക്കെ അവതരിപ്പിച്ചെന്ന് പറയും. പക്ഷെ അല്ല, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു പറയാണ്, അധ്വാനിക്കുന്ന ജനവിഭാഗത്തെ നോക്കിക്കൊണ്ട് പറയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവാകും. എന്നോട് ചേർന്ന് ആകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് ചേർന്ന് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. നമുക്കറിയാം, കർത്താവിന്റെ വലിയ ആഹ്വാനമാണ്. നമ്മുടെ അധ്വാനം ലഘുവാകണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ അനുഭവിക്കണമെങ്കിൽ, മറ്റു ഗുരുക്കന്മാരെല്ലാം പലതും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ആശ്വാസം കണ്ടെത്താം, നിങ്ങൾ നന്മ ചെയ്യേ, നിങ്ങൾ ജീവിതത്തിൽ ആശ വെടിയേ. ബുദ്ധൻ പറഞ്ഞ കാര്യമാണ്, ആശ വെടിയേ. അതാണ് സർവ്വദോഷത്തിനും കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഗുരുക്കന്മാരും പറയാണ് അതുവരെയുള്ളവര്. പക്ഷെ യേശു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കം ടു മീ, എൻ്റെ അടുക്കലേക്ക് വരൂ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എത്ര ആശ്വാസമുള്ള വാക്കാണ് യേശു പറയണം, നമ്മളോട് ഓരോരുത്തരോടും പറയണം. വന്നാൽ മാത്രം പോരാ, എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. അത് യേശുവിനോടുള്ളൊരു പഠിപ്പുണ്ട്, ഡിസിപ്ലിൻ. യേശുവിനോട് ചേർന്ന് പഠിക്കുക. ഒരു നുകത്തിലെ പഠനം എങ്ങനെയായിരിക്കും? നുകത്തിലെ പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃഷിക്കാരായിരിക്കുന്നവർക്ക് അറിയാം. ഒരു പുതിയ മൃഗത്തെ നുകത്തിൽ കെട്ടാനായി, നുകം എങ്ങനെയാണെന്ന് അറിയില്ല, നമ്മൾ ചെറിയ കുട്ടികളാരുമില്ലല്ലോ. 2 മൃഗങ്ങളെ തോളിൽ ആ നുകം വെച്ച് കലപ്പ വെച്ച് ഉഴുന്ന സംവിധാനമാണ്. ആ നുകം ആ കഴുത്തിൽ വെക്കുമ്പോൾ പരിചയമില്ലാത്ത ആ കാളയെ പരിചയമുള്ള കാളയോടുകൂടെ ചേർത്ത് വെച്ചിട്ടാണ്. 2ഉം പരിചയമില്ലാത്തതിനെ വെച്ചിട്ട് വിടാൻ പറ്റില്ല, പഠിക്കാൻ പറ്റില്ല. അപ്പോൾ മൃദുവാണെങ്കിൽ എങ്ങനെ വേണം? നുകം നല്ല മൃദുവായിരിക്കും. മരം കൊണ്ടുള്ള ആ സംവിധാനം കഴുത്തിലേക്ക് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൃദുവാവില്ല. പക്ഷേ പഠിക്കുമ്പോൾ മൃദു ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ നുകത്തിന് വേണ്ടി തൻ്റെ വശങ്ങളിൽ നിൽക്കുന്ന ആ ഒരു മൃഗത്തിനോടൊപ്പം നാം താഴ്മ ധരിക്കുകയാണെങ്കിൽ നമ്മുടെ നുകം മൃദുവായിരിക്കും. യേശു അത്രേ പറഞ്ഞിട്ടുള്ളൂ. നാം യേശുവിനോളം ചെറുതാക്കുകയാണെങ്കിൽ, നമ്മളൊരു പാട്ടിൽ പാടുന്നത്, ഇത്ര ചെറുതാവാൻ എത്ര വളരണം എന്നൊരു പാട്ടിൽ വരിയുണ്ട്. അപ്പൊ നമുക്ക് യേശുവിനോളം വളരാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? യേശുവിനോളം താഴുക. താഴ്ന്നില്ലെങ്കിൽ ഒരു പ്രശ്നമേ ഉള്ളൂ, നുകം ഭയങ്കര കഠിനമായിട്ട് തോന്നും, നല്ല കഴുത്തൊക്കെ നല്ലതുപോലെ വേദനിക്കും, ജീവിതം കഠിനമാകും, പ്രയാസകരമായിരിക്കും. താഴ്മ ധരിച്ചു കഴിഞ്ഞാൽ
അവിടെയൊക്കെ നമുക്ക് നല്ല മൃദുവായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അതാണ് പ്രാർത്ഥനയിലേക്കും യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്കുമുള്ള ക്ഷണം. പ്രാർത്ഥനയിലേക്കുള്ള ക്ഷണം എന്നതിനേക്കാൾ ആ ഒരു കാര്യം നമ്മൾ പഠിക്കുന്നത് ശിഷ്യത്വത്തിലേക്കുള്ള ക്ഷണം. അടുത്തത് മത നേതാക്കന്മാർക്കുള്ള സന്ദേശം. അവിടെയുള്ള കപടഭക്തിക്കാരായ പരീശന്മാരോടും ശാസ്ത്രിമാരോടും യേശു പറയണം. 11-ാം അധ്യായത്തിന്റെ 25 മുതൽ 30 വരെ ഉള്ള ഭാഗങ്ങൾ പറയാണ്, ഇതാ ഇവിടെ ദൈവാലയത്തെക്കാൾ വലിയവൻ. നിങ്ങൾ ദൈവാലയത്തെക്കുറിച്ച് കുറ്റം കൊള്ളുന്നു, പക്ഷേ എനിക്ക് പറയാനായിട്ടുള്ളത് ഞാൻ ദൈവാലയത്തെക്കാൾ വലിയവനാണ്. യേശു ഭൗതികമായിരിക്കുന്ന മാനുഷികമായിരിക്കുന്ന കെട്ടുപണികളാലുള്ള ഒരു ദൈവാലയത്തെക്കാൾ വലിയ ദൈവസാന്നിധ്യമാണ് യേശുവിൽ അടങ്ങിയിരിക്കുന്നത്. അവരോട് പറയാണ്, അവർക്ക് അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്വത്തെക്കാൾ യേശുവിനേക്കാൾ അവർ പ്രാധാന്യം കൊടുക്കുന്നത് മനുഷ്യനിർമ്മിതമായിരിക്കുന്ന കൈവേലയാലുള്ള ഈ കെട്ടിടമാണ്. ശലോമോൻ രാജാവ് ഈ ദൈവാലയം പണിത് കഴിഞ്ഞപ്പോൾ പറയണം, മനുഷ്യനിർമ്മിതമായിരിക്കുന്ന കെട്ടിടങ്ങളിൽ നീ വാസം ചെയ്യുന്നില്ല. അവരോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയണം, ഇവിടെ ഈ വെറും കെട്ടിടങ്ങളല്ല. യേശു യെരുശലേം ദേവാലയത്തെ നോക്കിക്കൊണ്ട് പറയണം, ഇത് നിങ്ങൾ പൊളിപ്പിൻ, ഞാൻ 3 ദിവസം കൊണ്ട് പണിയാം. അത് തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെ കുറിച്ചിട്ടാണ് യേശു പറയുന്നത്. അവർ തെറ്റിദ്ധരിക്കുകയാണ്. പ്രാധാന്യം ഏതിനാണ്? കെട്ടിടത്തിനാണോ? ഏത് ഭവനത്തെക്കാൾ ഭവനം ചമച്ചവൻ വലിയവൻ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, യേശുവിന്റെ ശിഷ്യന്മാരായിട്ട് നമ്മൾ തീരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവര് ഭൗതികമായിരിക്കുന്ന ഒരു സ്ട്രക്ചറാണോ പ്രധാനം, അതിലുള്ള ദൈവസാന്നിധ്യമാണോ പ്രധാനം? യേശു എല്ലായ്പ്പോഴും വിലമതിച്ചത് അതിലുള്ള ദൈവസാന്നിധ്യത്തിനാണ്. നമ്മളെപ്പോഴും എങ്ങനെയാണ്? അതിൻ്റെ പണികൾക്ക്, കരകൗശല വസ്തുക്കൾക്ക്, അതിലുപയോഗിക്കുന്ന സ്വർണത്തിനും വെള്ളിക്കൊക്കെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ യേശു പറയാം, അതല്ല, ദൈവാലയത്തെക്കാൾ വലിയവനാണ്. അടുത്തായിട്ട് തൻ്റെ ഭവനത്തിനുള്ള സന്ദേശമാണ്. രാജാവ് ഓരോ കാര്യപരിപാടി പറയണം, ഭവനത്തെക്കുറിച്ച് പറയണം. യേശുവിൻ്റെ അമ്മയും സഹോദരങ്ങളും യേശുവിനെ കാണാനായിട്ട് കടന്നു വരുന്നുണ്ട്. 12-ാം അധ്യായത്തിന്റെ 46 മുതൽ 50 വരെ അവർ, നിന്റെ അമ്മയും സഹോദരങ്ങളും കാത്തു നിൽക്കുന്നു. അപ്പൊ യേശു മറുപടി പറയുകയാണ്. എൻ്റെ 12-ാം അധ്യായം 46 വായിക്കുകയാണ്, എന്നെ വിശ്വസിക്കുക, എൻ്റെ പ്രവൃത്തി ചെയ്യുന്നത്. ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞു, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സഹോദരനും സഹോദരിയും അമ്മയുമാകുന്നു എന്ന് പറഞ്ഞു. എത്ര വലിയ കാര്യമാണ്! ദൈവസഭയിൽ വ്യക്തി ബന്ധങ്ങളെക്കാൾ ആത്മീയമായിരിക്കുന്ന ഒരു ബന്ധത്തിന് പ്രാധാന്യം യേശു അവിടെ തർപ്പിച്ച് പറയാം. ഓരോരുത്തരും യേശുവിൻ്റെ അമ്മയും സഹോദരങ്ങളും ഒക്കെ ആയിത്തീരാനായിട്ട് പറ്റും. യേശു മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറയേണ്ടത്, എൻ്റെ നിമിത്തം അപ്പനെയോ അമ്മയെയോ സഹോദരങ്ങളെയോ സഹോദരിമാരെയോ മക്കളെയോ ഉപേക്ഷിക്കുന്നവന്, അവൻ പറയാണ്, അവന് 100 മടങ്ങ് സഹോദരി സഹോദരന്മാരെയും മാതാപിതാക്കളെയും മക്കളെയും ലഭിക്കും എന്ന് പറയുന്നത്. എങ്ങനെ ക്രിസ്തീയ ബന്ധത്തിന് ഒരാൾക്ക് 100 മടങ്ങ് ഉപേക്ഷിക്കപ്പെടുന്നവർക്ക് ബന്ധങ്ങൾ ലഭിക്കുന്നത്? ക്രിസ്തീയ സഭ എന്ന് പറയുന്നത് ഒരു ആത്മീയ കൂട്ടായ്മയാണ്, ഒരു സഹോദര ബന്ധമാണ്. അപ്പോൾ നമ്മുടെ വ്യക്തി ബന്ധങ്ങളെക്കാൾ ആത്മീയമായിരിക്കുന്ന ബന്ധത്തിന് ഊന്നൽ കൊടുക്കണം, പ്രാധാന്യം കൊടുക്കണം എന്നാണ് രാജാവിൻ്റെ പരിപാടി. അപ്പോൾ ഇപ്പോൾ കാര്യപരിപാടികളിൽ നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്? ഇന്ന് യോഹന്നാനുള്ള സന്ദേശം, അത് നമുക്ക് മനസ്സിലായല്ലോ. യോഹന്നാനുള്ള സന്ദേശം പറയാണ്, വരുവാനുള്ളവൻ ഞാൻ തന്നെയാണ്, എൻ്റെ വാക്കുകൾ കൊണ്ടല്ല എൻ്റെ പ്രവൃത്തികൾ കൊണ്ട് നിങ്ങളിത് മനസ്സിലാക്കുമെന്ന് ചോദിക്കാൻ വന്ന ശിഷ്യന്മാരോട് പറഞ്ഞേക്കാണ്. എൻ്റെ പുരുഷാരത്തോടുള്ള സന്ദേശം, യോഹന്നാൻ സ്നാപകൻ ആരാണെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. 4 കാര്യങ്ങൾ ഞാനത് പറഞ്ഞു. അത് പട്ടണത്തിലുള്ള സന്ദേശം. പട്ടണം എത്ര മഹത്വകരമാണെങ്കിലും ദൈവവചനം കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ അത് പാതാളത്തോളം താഴ്ത്തപ്പെടും. രാജാവിനെ സ്വീകരിക്കാൻ
തയ്യാറാകാത്ത പട്ടണങ്ങൾ അത് തീക്കായി സൂക്ഷിച്ചിരിക്കുകയാണ്. അടുത്ത് ഡിസൈപ്പിൾഷിപ്പിലേക്കുള്ള ഒരു ക്ഷണം, പ്രാർത്ഥനയിലേക്കും ദൈവികമായിരിക്കുന്ന അനുഭവങ്ങളിലേക്കുമുള്ള ക്ഷണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വാക്യം കാണാതെ പഠിക്കണം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിക്കാം. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. അടുത്തത് മത നേതാക്കളുള്ള സന്ദേശം. ഈ ഭൗതികമായ കെട്ടുപണികളെക്കാൾ, ദൈവാലയത്തെക്കാൾ നിങ്ങൾ പലതിനെക്കുറിച്ച് ഊറ്റം കൊള്ളുന്നു. നിങ്ങളുടെ പാരമ്പര്യങ്ങളെക്കുറിച്ച് ഊറ്റം കൊള്ളുന്നു, നിങ്ങളുടെ കെട്ടിടങ്ങളെക്കുറിച്ച് ഊറ്റം കൊള്ളുന്നു. ഇതാ അതിനേക്കാളൊക്കെ മഹത്വകരമായിരിക്കുന്ന ഒരനുഭവമാണ് ഞാൻ പറയുന്നത്. തൻ്റെ ഭവനത്തിനുള്ള ഒരു സന്ദേശം പറയാണ്. യേശുവിൻ്റെ ഭവനക്കാരാണ്, കുടുംബക്കാരാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഏറ്റവും പ്രധാനം എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ, അത്ര എൻ്റെ സ്വപ്നം. യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ പെട്ടു എന്ന് പറഞ്ഞിട്ട് നിത്യരാജ്യം സ്വർഗരാജ്യം അവകാശമാവില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാം. ഡൂ ദ വിൽ ഓഫ് ഗോഡ്. അതാ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പൊ നമ്മൾ അതിനുവേണ്ടി തയ്യാറായാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. രാജാവിന്റെ പദ്ധതിയിൽ നിങ്ങൾ പെടണമെന്നുണ്ടെങ്കിൽ ദൈവഹിതം ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത്, അപ്പൊ 5 കാര്യങ്ങൾ പഠിച്ചു. 6ാമത്തെ, തൻ്റെ രാജ്യത്തെക്കുറിച്ച് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്ന ഉപമകളാണ് 13ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 13ാം അധ്യായം 1 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ ഒരു ഹെഡിങ് ആയിട്ട് എഴുതിക്കോളൂ. ദൈവരാജ്യത്തിന്റെ ഉപമകൾ. ഒന്നാമത്തെ ഉപമ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയണം, വിതക്കാരന്റെ ഉപമ. യേശു ഉപമകളാലാണ് അവരോട് പറയുന്നത്. എന്തുകൊണ്ടാണ് ഉപമകളാൽ യേശു പറയാൻ കാരണം? യേശു പഠിപ്പിക്കാൻ ഉപയോഗിച്ച മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഉപമകൾ, രൂപകങ്ങൾ, സാദൃശ്യങ്ങൾ. അത് സാഹിത്യത്തിൽ നമ്മൾ അറിയുന്ന കാര്യമാണ്. ഒന്ന് മറ്റൊന്നിനോട് തുലനപ്പെടുത്തി പറഞ്ഞ് അതിൻ്റെ സ്വഭാവം അവർക്ക് മനസ്സിലായി, അവർക്ക് പരിചയമുള്ള ഒരു കാര്യമായിട്ട് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അന്നത്തെ കാർഷിക സമൂഹത്തിൽ വിതക്കാരൻ്റെ ഉപമ പറഞ്ഞാൽ അവർക്ക് വേഗം മനസ്സിലാവും. പക്ഷെ അത് പൊരുളുമായി മനസ്സിലാവണില്ല. അതിന് കാരണം, അത് ഉപമകളാൽ പറയാൻ കാരണം, അത് ആഗ്രഹിക്കുന്നവർക്ക് അതിൽ നിന്ന് കണ്ടെത്താൻ പറ്റും, അല്ലാത്തവർക്ക് വെറും കെട്ടുകഥ പോലെ പോവുകയും ചെയ്യും. ദൈവരാജ്യത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നവർക്ക് അത് കണ്ടെത്താൻ കഴിയുകയും അതിന് വില കൊടുക്കാത്തവർക്ക് അത് മറഞ്ഞിരിക്കുകയും ചെയ്യും. ഉപമകളുടെ പ്രത്യേകതയാണ്. അപ്പൊ യേശു പറഞ്ഞ ഉപമകള്, ഒന്നാമത്തെ ഉപമ പറഞ്ഞത് വിതക്കാരന്റെ ഉപമ. വിതയ്ക്കാനായിട്ട് പുറപ്പെട്ടു. 23 വരെയുള്ള വാക്യങ്ങളിൽ കാണുകയാണ് ഇല്ലേ? 13ാം അധ്യായത്തിന്റെ 23 വരെയുള്ള വാക്യങ്ങളിൽ അത് വളരെ വിസ്തരിച്ച് എഴുതി. നമ്മൾ ഒന്ന് ജസ്റ്റ് വായിച്ചാൽ മതി, വേഗം മനസ്സിലാവും. 1 വഴിയരികെ വീണു, 2 പാറപ്പുറത്ത് വീണു, 3 മുള്ളിനരികെ വീണു. അപ്പോൾ ആ ശിഷ്യന്മാർക്ക് മനസ്സിലാവുന്നില്ല. മറ്റുള്ളവർ വന്നിട്ട് അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ശിഷ്യന്മാർ വന്ന് ചോദിച്ചപ്പോൾ ശിഷ്യന്മാരോട് യേശു വ്യക്തമായിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. ദൈവ വചനമാണ് വിത്ത്. പുറപ്പെട്ടപ്പോൾ ദൈവവചനം പോകുമ്പോൾ അത് കുറെ വഴിയരികെ വീണു. അത് കിളികളൊക്കെ കൊണ്ടുവന്ന് കൊത്തി തിന്നുപോയി. ഇന്ന് ദൈവവചനം നമ്മൾ എവിടെയും വിതയ്ക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അത് എല്ലാവരിലും എത്തുന്നില്ല. നമ്മളത് മനസ്സിലാക്കണം. നല്ല നിലത്ത് വീണ വിത്ത് മാത്രമേ ഫലം കൊടുക്കുകയുള്ളൂ. ഇന്ന് പലരുടെ ജീവിതത്തിലും വഴിയരികെ വീണ വിത്താണ്. നമ്മളെ തന്നെ നോക്കിയാൽ മതി. എൻ്റെ ഉള്ളിൽ വീണ വിത്തുകൾ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും അല്ല അപ്പം തന്നെ ദുഷ്ടം വന്നിട്ട് കൊത്തി കൊണ്ടുപോകുന്നുണ്ടോ? നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് ഇങ്ങനെ അത് കൊത്തിക്കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളത്. രണ്ടാമത് പറയാണ്, അത് വഴിയരികെ വീണു, പാറപ്പുറത്ത് വീണു. കേൾക്കുന്ന ദൈവവചനത്തില് നമുക്ക് ആഴമില്ലാതെ വരുമ്പോൾ, വെറും പെരിഫറലായിട്ട് മാത്രം, ഉപരിപ്ലവമായി മാത്രം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ
ദൈവവചനം അങ്ങനെ മാത്രം വായിച്ചു പോവുകയാണെങ്കിൽ അത് ഉണങ്ങിപ്പോവും. ചൂട് തട്ടിയാൽ അപ്പോൾ ഉണങ്ങിപ്പോവും. നമ്മൾ വീഴുന്ന വിത്തുകള്, കേൾക്കുന്ന ദൈവവചനം ആഴത്തിലേക്ക് എത്താനുള്ളതാണോ അതൊരു ഉപരിപ്ലവമായിട്ട് മാത്രം നീങ്ങാനുള്ളതാണോ? അല്ല. അടുത്ത് പറയുന്നത് എന്താണ്? മുള്ളിനിടയെ വീണ വിത്തുകൾ. അപ്പോൾ മുള്ളിനിടയെ വീണ വിത്തിന്റെ പ്രത്യേകത എന്താണ്? അത് ഉപജീവന ചിന്തകളാലും മറ്റ് ജീവിതത്തിന്റെ ആദികളിലും ഒക്കെ ആയിത്തീരുമ്പോ അത് ഉണങ്ങിപ്പോയി പറയാണ്. അപ്പൊ ദൈവരാജ്യം എന്ന് പറയുന്നത് നല്ല നിലത്ത് വീണ വിത്ത് പോലെയാണ്. നല്ല നിലത്തിന്റെ പ്രത്യേകത എന്താണ്? വെറുതെ നമ്മൾ വിതയ്ക്കുകയാണോ? ദൈവവചനം കേൾക്കാനായിട്ട് തയ്യാറാകുമ്പോൾ ആ നിലം ഒന്ന് ഉഴുത് അത് നനച്ച് തയ്യാറാക്കണം. നമ്മൾ ദൈവവചനം എന്തുകൊണ്ട് ഫലം കായ്ക്കുന്നില്ല? നമ്മുടെ ഹൃദയം നമ്മൾ തയ്യാറാക്കുന്നില്ല. നമ്മൾ തയ്യാറാക്കിയാൽ മാത്രമേ അത് ഫലം കൊടുക്കുള്ളൂ. വിത്തിന് ശക്തിയുണ്ട്, പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ നിലം ഒരുക്കണം, നമ്മുടെ ഭവനം ഒരുക്കണം. ഇതൊക്കെയാണ് യേശു ആ ഉപമയിലൂടെ പറയുന്നത്. അപ്പൊ ഒന്നാമത് വിതക്കാരന്റെ ഇത്, രണ്ടാമത് നല്ല വിത്തിന്റെ ഉപമ. നല്ല വിത്താണ് വിതച്ചത്, പക്ഷെ ആ നല്ല വിത്ത് വിതച്ച് കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? അതിന്റെ 24-ാം വാക്യത്തിൽ കാണുന്നത് നല്ല വിത്ത് വിതച്ചെങ്കിലും പിന്നീട് അതിൽ കുറെ കളകൾ കാണുകയാണ്, ഇല്ലേ? കുറെ കളകൾ കാണുന്നുണ്ട്. അപ്പോ യജമാനൻ വന്നിട്ട് ചോദിക്കണം, ഈ കളകളൊക്കെ എവിടെ നിന്ന് വന്നു? അവർ ചോദിക്കുമ്പോൾ അതെല്ലാം കളകളെല്ലാം ഞങ്ങൾ പറിച്ചു കളയട്ടെ. അപ്പൊ യേശു പറയുന്നത് എന്താണ്? അത് പറിച്ചു കളയണ്ട. പറിച്ചു കളഞ്ഞാൽ ഇത് കോതമ്പ് കൂടെ പറഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്കെന്നറിയാം, ഒരുപാട് കളകള് ദൈവരാജ്യത്തിൽ വന്നിട്ടുണ്ട്. ആ കളകളൊക്കെ എന്താണ്? കൊയ്ത്തോളം വളരട്ടെ എന്ന് പറയുമ്പോ നമ്മൾ വിചാരിക്കും, എന്താ യേശു ഇങ്ങനെയൊക്കെ അനുവദിക്കണേന്ന്. യേശു അനുവദിക്കുകയാണ്, കാരണം നഷ്ടപ്പെട്ടു പോകരുത്. ഒരു കോതമ്പ് മണി പോലും നഷ്ടപ്പെട്ടു പോകരുത്. കള നിമിത്തം ഗോതമ്പിന് ദോഷം വരരുത്. രണ്ടാമത്തെ ഒന്നും കൂടി ഉണ്ട്. എന്തുകൊണ്ടാണ് കള? ഞാൻ കുറച്ചു കാലം ഇവിടെ എൻറ്റമോളജി ഡിപ്പാർട്ട്മെന്റ് കണ്ടിട്ടുണ്ട്, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുമ്പോൾ. അപ്പൊ അവിടെ 2 തരത്തിലുണ്ട്, മിത്രകീടങ്ങളും ശത്രുകീടങ്ങളും ഉണ്ട്. ഒരു ബയോ കൺട്രോളിലൊക്കെ കൃഷി ചെയ്യുന്ന രീതികളാണ് അവിടെ അത് ചെയ്യണത്. അപ്പൊ അവരവിടെ ചെയ്യുന്ന ഒരു മാർഗമാണ് ശത്രുകീടങ്ങളെ നശിപ്പിക്കാനായിട്ട് ചിലപ്പോൾ നമ്മൾ എന്താ പറയാ, മരുന്നൊക്കെ, പെസ്റ്റിസൈഡ്സും ഒക്കെ ഉപയോഗിക്കും. വേറൊരു മാർഗമാണ് മിത്രകീടങ്ങളെ വളർത്തുക. മിത്രകീടങ്ങളെ വളർത്തുമ്പോൾ അത് ഈ ശത്രുകീടങ്ങളെ നശിപ്പിക്കും. ഈ വിളയ്ക്ക് വേണ്ട മിത്രകീടങ്ങൾ വളരുന്നത് എവിടെയായിരിക്കും? ഈ കളകളിലായിരിക്കും. നമുക്ക് മനസ്സിലാക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോ നമുക്ക് പലപ്പോഴും വിചാരിക്കും, എൻ്റെ ചുറ്റും 2-3 കളയുണ്ടല്ലോ, ദൈവമേ ഇതൊന്ന് പറിച്ചു കളഞ്ഞേ. എൻ്റെ വീട്ടിൽ കളയുണ്ട്, എൻ്റെ സഭയിൽ കളയുണ്ട്, എൻ്റെ കൂട്ടായ്മയിൽ കളയുണ്ട്. അതൊക്കെ ഒന്ന് നീങ്ങിപ്പോയെങ്കിൽ എനിക്ക് നന്നായി വളരായിരുന്നു. പക്ഷെ ഉമ്മയുടെ അത് എടുത്തു കളയണ്ട. കാരണം നീ ശക്തമായി നിൽക്കണമെങ്കിൽ, കളയില്ലാത്തൊരു സാഹചര്യത്തിലല്ല, കള നീക്കിക്കളയുന്ന ഒരു ദിവസമുണ്ട്. അതുവരെ നമ്മൾ ഇതൊക്കെ സഹിച്ചു നിൽക്കുമ്പോൾ നമുക്ക് ശക്തി ഉണ്ടാവും. നമ്മൾ ശക്തരായി നിൽക്കണം ആ സ്വാധീനങ്ങൾ. പക്ഷെ അവരോട് ക്ഷമിക്കാൻ നമ്മൾ പഠിക്കണം, അവരോട് താഴാൻ നമ്മൾ പഠിക്കണം. അത് നമ്മുടെ മേലെ പലപ്പോഴും ഉയർന്നു നിൽക്കും. പക്ഷെ നമ്മൾ ക്ഷമയോടെ താഴ്മയോടെ ജീവിക്കാനായിട്ട് ദൈവം തന്നൊരു സാഹചര്യമാണെന്ന് കൂടെ മനസ്സിലാക്കണം. നല്ല വിത്തിന്റെ ഉപമ. അടുത്ത കടുകുമണി. വിതയ്ക്കുന്ന വിത്ത് ചെറുതാണ്, പക്ഷെ വലിയ വൃക്ഷമായി വളർന്ന് അത് പടർന്ന് പന്തലിച്ചു ആകാശത്തിലെ പറവുകൾക്ക് തണലും താങ്ങും കൊടുക്കാനായിട്ട് അതായിരുന്നു. ദൈവരാജ്യം എന്ന് പറയണത് വിത്ത് ഏറ്റവും ചെറുതായിരിക്കും, അല്ലേ? വിത്ത് ചെറുതായിരിക്കും, വൃക്ഷം വളരെ വലുതായിരിക്കും. ദൈവരാജ്യത്തിന്റെ വിത്ത് നമ്മൾ വിതയ്ക്കുമ്പോൾ അത് വളരെ വളരെ ചെറുതായിരിക്കാം. ഒന്നുമില്ല എന്ന് നമുക്ക് തോന്നാം, മറ്റാരും പരിഗണിച്ചില്ല എന്ന് വരാം. പക്ഷെ നമുക്കറിയാം, കാലങ്ങൾ കഴിയുമ്പോൾ
അത് വലിയ സ്വാധീനമായിട്ട് അത് വളർന്നു വരും. അപ്പൊ തുടക്കത്തില് എളിയ ആരംഭങ്ങളെ തുച്ഛീകരിക്കാത്ത ദൈവം ദൈവരാജ്യത്ത്, ഇപ്പൊ ദൈവം നമുക്ക് തരുന്ന ചെറിയ ചെറിയ വിത്തുകളാണ്. ദൈവരാജ്യത്തിന്റെ വിത്താണ് നമ്മുടെ ഓരോ മിഷൻ വർക്കുകൾ, നമ്മുടെ ചെറിയ ആത്മീയ പ്രവർത്തനങ്ങൾ. അയ്യോ വലിയ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, ഇല്ലേ? നമ്മളിപ്പോ ഷാജി ബ്രദറൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഓരോ സ്റ്റേറ്റിലും കടന്നു പോകുന്നു, പുതിയ പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു, പുതിയ രീതിയിൽ സുവിശേഷം ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. അത് തുടക്കത്തിൽ എന്താ ഉള്ളത്? 20 വർഷം മുമ്പ് തുടങ്ങുമ്പോൾ എത്രയോ ചെറിയൊരു അനുഭവമായിരുന്നു. പക്ഷെ ദൈവം അതിനെ കാണുന്നത് എങ്ങനെയാണ്? അത് അനേക രാജ്യങ്ങളിലേക്ക്, യോസഫ് ഫലപ്രദമായ ഒരു മുന്തിരിവള്ളി, അത് മതിലുകളിന്മേൽ പടരുന്നു. അത് പുറത്തേക്ക് പോലും മറ്റുള്ളവർക്ക് ഫലം നൽകാനും മധുരം നൽകാനും കഴിയുന്ന ഒരു വൃക്ഷമാണ്. അപ്പൊ ആ ഉപമ ദൈവരാജ്യത്തെ കുറിച്ച് പറയുന്നത് കടുകുമണിയുടെ ഉപമ. അടുത്ത പുളിച്ച മാവിന്റെ ഉപമ. അത് ഒരു മാവ് പുളിപ്പിച്ച് അത് അടച്ചു വെച്ചു. അപ്പം ഉണ്ടാക്കുന്ന സഹോദരിമാർക്കൊക്കെ മനസ്സിലാവും. അത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പുറമേക്കൊന്നും കാണില്ല, പക്ഷെ അതിൽ തന്നെ അത് എന്ത് ചെയ്യുന്നു? അത് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫെർമെന്റേഷൻ ചെയ്ത് അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിച്ചു വെച്ചില്ല എന്നുണ്ടെങ്കിൽ ആ പാത്രം കവിഞ്ഞ് രാവിലെ ആകുമ്പോഴേക്കും പുളിച്ച മാവ് പുറത്തു വന്നിട്ടുണ്ടാവും. ഇതുപോലെ ദൈവരാജ്യം കുളിക്കാൻ വെക്കുന്ന അതിന് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരിക്കണം. ദൈവരാജ്യം എത്ര വളരാം, എത്രയും വളരാം, എത്രമാത്രം മഹത്വകരമാകാം. അപ്പൊ അതിൽ ചെയ്യുന്ന ഓരോ വ്യക്തിയും, അശുദ്ധി എന്ന പുളിച്ചമാവിനെ കുറിച്ചല്ല പറയുന്നത്, ദൈവരാജ്യത്തിന്റെ വളർച്ച എന്ന അനുഭവത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, യേശു ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് ഈ ദൈവരാജ്യം ഒരു വ്യക്തിയിലേക്ക്, ഒരു ജീവിതത്തിലേക്ക്, ഒരു കുടുംബത്തിലേക്ക്, ഒരു രാജ്യത്തിലേക്ക്, ഒരു ദേശത്തിലേക്ക്, ഒരു സ്റ്റേറ്റിലേക്ക് കൊടുക്കുമ്പോൾ അത് പുറമേക്ക് കണ്ടു. ഇപ്പൊ നമ്മള് ഈ കഴിഞ്ഞ ദിവസം കന്യാസ്ത്രീമാരുടെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നപ്പോ കണ്ടതാണ്. ഇവിടെ എന്താ പറയുക, പല ഹിന്ദു സംഘടനാ നേതാക്കളും പറയാണ്, പലരും പറയുന്നത് ഞങ്ങൾ മതപരിവർത്തനം നടത്തുന്നില്ല, 2.3% ആണ് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് ക്രിസ്ത്യാനികളുടെ എണ്ണം, ഇപ്പോഴും 2.3 തന്നെയുള്ളൂ, അപ്പൊ ഒരു മതപരിവർത്തനം നടന്നിട്ടില്ല എന്ന് പറയാണ്. അപ്പൊ അവര് പുച്ഛിച്ചുകൊണ്ട് പറയാണ്, അത് നിങ്ങൾ പറ്റിക്കാൻ പറയാണ്. കാരണം ഇവിടെ കുറെ അധികം അവർ പറയുന്ന ക്രിപ്റ്റോ ക്രിസ്ത്യൻസ്, പുളിച്ച മാവാണ് കേട്ടോ അത്. കാരണം അത് വളരെയാണ്, ആരും അറിയണില്ല. ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആന്ധ്ര, തെലങ്കാന, തമിഴ്നാട് സ്റ്റേറ്റുകളിലൊക്കെ ഈ ക്രിപ്റ്റോ ക്രിസ്ത്യൻസിന്റെ സ്വാധീനം. ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ പേര് മാറിയിട്ടുണ്ടായിരിക്കില്ല, അവർ രൂപം മാറിയിട്ടുണ്ടായിരിക്കില്ല, അവർ വസ്ത്രധാരണം മാറിയിട്ടുണ്ടായിരിക്കില്ല, അവരുടെ വീടിന്റെ ഷേപ്പ് മാറിയിട്ടുണ്ടായിരിക്കില്ല, പക്ഷെ അവർ വിശ്വസിക്കുന്നതും ആരാധിക്കുന്നതും ആ ദൈവരാജ്യത്തിലും യേശു ക്രിസ്തുവിലുമായിരിക്കും. അപ്പോ ഇത് ലീവൻ ബ്രെഡ്, പുളിച്ച മാവ് വർദ്ധിക്കുന്നത് പോലെ പുറമെ ആരും കാണാതിരിക്കുമ്പോൾ ഇത് വളരെയധികം അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും, എല്ലാ സെക്ഷൻസിലും ഉന്നതരായിരിക്കുന്ന ആളുകൾ എല്ലാം ഈ സ്വാധീനത്തിലായിരിക്കുകയാണ്. ദൈവരാജ്യം ഇന്ത്യയിൽ ശോഭനമായിരിക്കുന്ന ഒരു ഭാവിയിലാണ് ആയിരിക്കുന്നത്. പുറമേക്ക് ആരും അറിയുന്നില്ല. പ്രതിസന്ധികൾ ഉണ്ടാവുന്നുണ്ട്, എല്ലായിടത്തും അങ്ങനെയാണ്. ചൈനയിൽ ഇതൊന്നും സംഭവിച്ചില്ല, മൂടി വെച്ചിരിക്കുകയാണ് അത്രേ. ഒരു ദിവസം ഞാൻ വായിച്ചപ്പോൾ കേട്ടതാണ്, 10,000 പേരുള്ള ഒരു സഭ, ഒരു ചർച്ച് ഹാൾ അവര് ചൈനീസ് ഗവൺമെന്റ് പൊളിച്ചു കളഞ്ഞു. അവര് പറയാണ്, അയ്യോ ഇതിവിടെ നിന്ന് വളർന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നും പറഞ്ഞിട്ട് അവര് ചെയ്യാണ്, അത് പൊളിച്ച് കളയാണ്. പൊളിച്ചു കളയുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യം, ഒരു വർഷത്തിനുള്ളിൽ 10,000 പേര്, പിന്നെ അവർക്ക് അവിടെ ചർച്ചില്ല കേട്ടോ, കൂടി വരാൻ സ്ഥലമില്ല, അവര് ഹൗസ് ചർച്ചസിൽ വീടുകളിൽ കൂടാൻ തുടങ്ങി. ഒരു വർഷത്തിനുള്ളിൽ ഈ 10,000 പേര് അവിടെ 1,00,000 വർദ്ധിച്ചെന്ന്. ഈ പുളിപ്പ് എത്രമാത്രം വേഗത്തിലാണ് സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നത്. അവര് വിചാരിച്ച് മൂടി വെച്ചെന്ന്. ദൈവം അത്ഭുതം ചെയ്യും.
ഇന്ത്യ കൊയ്ത്തിന് വേണ്ടി തയ്യാറാകുന്ന ദിവസങ്ങളത്. ദൈവരാജ്യത്തിന്റെ വർധനവ് ഒരു കടുകുമണി ഒരു വലിയ വൃക്ഷമാകുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ചെറിയ ഒരു വൃക്ഷമായി തീർന്നല്ലോ എന്ന്. ആരും വിഷമിക്കേണ്ട. ഇങ്ങനൊരു ചൈനീസ് പഴമൊഴിയുണ്ട്, യു ക്യാൻ കൗണ്ട് ദ സീഡ്സ് ഇൻ ആൻ ആപ്പിൾ. ഒരു ആപ്പിളിലുള്ള വിത്ത് നിങ്ങൾക്ക് എണ്ണാം, ബട്ട് യു കാൻ കൗണ്ട് ദ ആപ്പിൾസ് ഇൻ എ സീഡ്. ഒരു വിത്തിനുള്ളിൽ എത്ര ആപ്പിൾ ഉണ്ടെന്ന് എണ്ണാൻ പറ്റില്ല. വിത്തിന്റെ ഉള്ളിൽ ആപ്പിൾ ഉണ്ടോ? ഉണ്ട്. ആ വിത്ത് ഈ കടുകുമണി പോലെ നമ്മൾ കുത്തിയിട്ട് കഴിഞ്ഞാൽ അത് വളർന്ന് വലിയ വൃക്ഷമാവും. ആ വൃക്ഷത്തിൽ ആയിരക്കണക്കിന് ഫലങ്ങൾ ഉണ്ടാവും. ആയിരക്കണക്കിനുള്ള ഫലങ്ങളിൽ ലക്ഷക്കണക്കിന് വിത്തുകൾ ഉണ്ടാവും. ആ ലക്ഷക്കണക്കിന് വിത്തുകൾ ലക്ഷക്കണക്കിന് സ്ഥലങ്ങളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന വളർച്ച ലക്ഷക്കണക്കിന് മരങ്ങൾ ഉണ്ടാകും. അതിൽ കോടിക്കണക്കിന് വിത്തുകൾ ഉണ്ടാകും. ചുരുങ്ങിയ സമയം കൊണ്ട് അത് ഭൂതലം മുഴുവൻ നിറഞ്ഞു. ദൈവരാജ്യത്തിന്റെ ഒരു മഹത്വമാണ് ഇല്ലേ? ഇന്നിപ്പോ ടുണീഷ്യയിൽ, ഇറാനിൽ ഒക്കെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത്. മൂടി വെച്ചിരിക്കുകയാണ്. എന്താ അതിനടിയിൽ നടക്കണേന്നുള്ളത് അവിടുത്തെ ഭരണാധികാരികൾക്ക് പോലും അറിയില്ല. അപ്പൊ അതാണ് അടുത്ത ഉമ്മ. ഒളിച്ച മാവ്. വയലിൽ ഒളിച്ചു വെച്ച നിധി. ഒരാള് വയലിൽ ഒളിച്ചു വെച്ച നിധി കണ്ടെത്തിയ ശേഷം അവനത് മറച്ചു വെച്ച് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് കൊണ്ടുവന്നിട്ട് ആ നിലം വാങ്ങുകയാണ്. ഇതാണ് ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. ദൈവരാജ്യം കരസ്ഥമാക്കുവാനായിട്ട് നമുക്ക് ചില വില കൊടുക്കേണ്ടതുണ്ട്. നമുക്കുള്ളതൊക്കെ വിറ്റ് കളയണം. ശിഷ്യത്വത്തിന്റെ വില, ദൈവരാജ്യത്തിന്റെ വിലയില്ലാത്തതല്ല അത്. നമ്മൾ ചിലതെല്ലാം വിട്ടുകൊടുക്കണം. നാം ദൈവരാജ്യത്തിൽ ഉപയോഗിക്കപ്പെടുന്നത് ദൈവരാജ്യത്തിന് വേണ്ടി നാം എന്തെല്ലാം വിട്ടുകൊടുക്കുന്നുവോ, എന്തെല്ലാം ത്യജിക്കുന്നതോ, അതാണ് ദൈവരാജ്യത്തിന്റെ മഹത്വവും വലുപ്പവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നാം നിധിയാണോ കണ്ടിരിക്കുന്നത്? നിധി കണ്ടാൽ നിധി മറഞ്ഞിരിക്കുന്ന വയൽ വാങ്ങാൻ തനിക്കുള്ളതൊക്കെയും വിൽക്കും. അല്ലെ? ഞാൻ ചെറിയ ഒരു കഥ പറയാം. അവിടെ ഒരു വലിയൊരു എക്സിബിഷനിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി ഇങ്ങനെ പോയപ്പോൾ അവിടെ കണ്ടു ദ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞൊരു വസ്തു വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. ഡിസൈപ്പിൾഷിപ്പ്, ദ കിങ്ഡം ഓഫ് ഗോഡ്. അദ്ദേഹം അവിടുത്തെ സൂക്ഷിപ്പുകാരൻ പറഞ്ഞു എനിക്കത് മേടിക്കണം എന്ന് പറഞ്ഞു. അതിനെന്താ വില? അപ്പൊ അദ്ദേഹം പറയാണ് അതിന് വില ഓരോരുത്തർ ആരെ മേടിക്കുന്ന ആളേനനുസരിച്ചിട്ടാണ് അതിന്റെ വില. നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ കഴിയും, അതാണ് അതിന്റെ വില. അപ്പോൾ എനിക്ക് ഇപ്പോഴുള്ള പൈസയൊക്കെ തരാൻ പറ്റും എന്ന് പറഞ്ഞു. അന്നാ പൈസ തായോ നിന്റെ കയ്യിലുള്ളത്? അപ്പൊ പറഞ്ഞു ആ പേഴ്സ് എടുത്തിട്ട് കൊടുത്തു. ഇതെന്റെ കയ്യിലുള്ള പൈസ, ഇതെല്ലാം എടുത്തോളൂ, എന്നിട്ട് ദൈവരാജ്യം, സാങ്കല്പികമായ കഥയാണ്, ആ ശിഷ്യത്വം എന്നുള്ളത് എനിക്ക് തരുമെന്ന് പറഞ്ഞു. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞ്, പേഴ്സ് കൊടുത്തു കഴിഞ്ഞ് പറയണം അയ്യോ അതിനുള്ളിൽ എൻ്റെ കാറിന്റെ കീ ഉണ്ട്, അത് തിരിച്ചു തായെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എനിക്ക് കാറുണ്ടല്ലേ, എന്നാ കാറും കൂടെ എനിക്ക് തന്നോ, എന്നാലേ അതിന്റെ വിലയാവുള്ളൂ എന്ന്. അപ്പൊ പറഞ്ഞു അയ്യോ കാറും വേണോ, കിട്ടാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ കാറിന്റെ കീയും കൊടുത്തു. അപ്പൊ പറഞ്ഞു അയ്യോ അപ്പൊ ഞാനും എൻ്റെ മക്കളും എങ്ങനെ യാത്ര ചെയ്യും? അപ്പൊ എനിക്ക് മക്കളൊക്കെ ഉണ്ടല്ലേ, അല്ല ഞാൻ എങ്ങനെ വീട്ടിലേക്ക് പോകും? അപ്പൊ എനിക്ക് വീടുണ്ടല്ലേ, വീടിന്റെ ആധാരം കൂടെ തന്നു. വീടിന്റെ ആധാരം കൊടുക്കുമ്പോ പറയാണ് അപ്പൊ ഞാൻ എൻ്റെ മക്കളും എങ്ങനെ ഭാര്യയും താമസിക്കും? അവരെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിക്കോ, അതും ഇതിന്റെ വിലയാണ്. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോ തനിക്ക് ശിഷ്യത്വവും ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനവും കൊടുത്തു എന്നാ പറയണേ. കൊടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹം സന്തോഷത്തോടു കൂടെ പോകുമ്പോ മടക്കി വിളിച്ചു, കൈ കൊട്ടി വിളിച്ചു, ഇങ്ങോട്ട് വാ, നീ നിന്റെ മക്കളെ കൊണ്ടുപോക്കോ. അവരായിട്ട് പോകുമ്പോ പറഞ്ഞു ഇതാ വിളിച്ചു പറഞ്ഞു ഇതാ നിന്റെ വീടിന്റെ ആധാരം കൊണ്ടുപോക്കോ, നീ എന്നെ ഉപയോഗിച്ചോ. കാറിന്റെ കീയും എടുത്തു കൊടുത്തു, ഇതില് പൊക്കോളൂ. പൈസയും പേഴ്സും എടുത്ത് തിരിച്ചു കൊടുത്തു. നീ ഇതെല്ലാം കൊണ്ടുപോക്കോ. ദൈവരാജ്യത്തിന് വേണ്ടി നീ വില കൊടുക്കുമ്പോൾ നീ മനസ്സിലാക്കണം, ഇനി നീ ഇത് ഉപയോഗിക്കുമ്പോൾ
ഇതെല്ലാം എന്റേതാണെന്നുള്ള ഒരു ബോധ്യത്തിൽ വേണം നീ ഉപയോഗിക്കാൻ. നിന്റെ വാഹനമായിരിക്കാം, നിന്റെ പണമായിരിക്കാം, നിന്റെ കുടുംബമായിരിക്കാം, നിന്റെ വീടായിരിക്കാം, എല്ലാം എന്റേതാണെന്നുള്ള ദൈവത്തിൻ്റെതാണെന്നുള്ള ബോധ്യത്തിലുള്ള ജീവിതത്തെയാണ് ദൈവരാജ്യത്തിന്റെ അതിന്റെ അനുഭവത്തിലേക്കുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത്. ഈ നല്ല വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധി പോലെ നമ്മളിത് കണ്ടെത്തുന്നു. അടുത്ത് പറയണം, നല്ല മുത്ത് അന്വേഷിക്കുന്ന മുത്തു വ്യാപാരിയെ പോലെ. തരയാണ്. എല്ലാവർക്കും, ആളുകൾക്ക് അറിയില്ല, അതിന്റെ വില അറിയുന്നില്ല. ഇന്ന് കുറെ ഇമിറ്റേഷൻ മുത്തുകളുണ്ട്. അതുകൊണ്ട് നല്ല മുത്തും ഇമിറ്റേഷനും തമ്മിൽ തിരിച്ചറിയുന്നില്ല. നമ്മൾ മലയാളത്തിൽ ചൊല്ലുന്നുണ്ട്, ഇംഗ്ലീഷിലും ഉണ്ട്, ദ ഓൾ ഗ്ലിറ്റേഴ്സ് ആർ നോട്ട് ഗോൾഡ്. മിന്നുന്നതെല്ലാം പൊന്നല്ല, മുത്ത് പോലെയുള്ളതെല്ലാം മുത്തല്ല. ദൈവരാജ്യം പോലെയാണെന്നും പറഞ്ഞിട്ട് അനേക ഇതുണ്ട്. പക്ഷെ ആ മുത്ത് വാങ്ങാനായിട്ട് തനിക്കുള്ളതൊക്കെ ഉപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ കുറഞ്ഞ വിലയ്ക്ക് ഇമിറ്റേഷൻ കിട്ടും. ഒറിജിനൽ കിട്ടണമെങ്കിൽ വില കൊടുക്കണം. നമുക്കുള്ളതൊക്കെ ഉപേക്ഷിച്ച് വേണം, അതെല്ലാം അതിൻ്റെ വിലയായിട്ട് കൊടുക്കണം. അതിനുള്ള പ്രാധാന്യം അതാണെന്ന് മനസ്സിലാക്കണം. കടലിടുന്ന വലയ്ക്ക് തുല്യം. അത് എല്ലാവിധ മീനും പിടിക്കുന്നു. എല്ലാവിധ മീനും പിടിക്കുന്ന വൃക്ഷം പോലെ ആയിത്തീരും എന്ന് പറയുന്നത്. അപ്പോ ഈ ഉപമകളെല്ലാം നമ്മൾ മനസ്സിലാക്കുക. ദൈവരാജ്യത്തെ കുറിച്ചുള്ള 7 ഉപമകൾ ഏതൊക്കെയാണത്? ദൈവരാജ്യത്തിന്റെ കാര്യപരിപാടിയിൽ ദൈവരാജ്യത്തെ കുറിച്ചുള്ള ഉപമകള്. 2 നല്ല വിത്ത്, കള, അതോടുകൂടെ കളയുള്ളത്. അടുത്ത് കടുകുമണി, പുളിച്ച മാവ്, വയലിൽ ഒളിച്ചു വെച്ച നിധി, നല്ല വിത്ത്, കടലിടുന്ന വലയ്ക്ക് തുല്യം. എല്ലാവിധ മീനും പിടിക്കും, ഇല്ലേ? ദൈവരാജ്യം അങ്ങനെയാണ്. എനിക്ക് പ്രത്യേകമായ ഒരു മീൻ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് മുക്കുവനെ പിടിക്കാൻ പറ്റുമോ? ഇന്ന് ചില വലകളൊക്കെ അങ്ങനെയാണ്. സുവിശേഷത്തിൽ ഞങ്ങൾക്ക് പണക്കാരായിട്ടുള്ള മീനുകൾ മാത്രം മതി. ദൈവരാജ്യത്തിൽ എല്ലാവിധമായിട്ടുള്ള ആളുകളും. വെളിപ്പാട് പുസ്തകത്തിൽ പറയാണ്, നീ ഞങ്ങളെ സർവ്വഗോത്രങ്ങളിൽ നിന്നും സർവ്വഭാഷകളിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അവർ പറയുന്ന സ്തുതിഗീതമാണ്. എല്ലാ രാജ്യക്കാരും, എല്ലാ ഭാഷക്കാരും, എല്ലാ വർഗക്കാരും, വ്യത്യസ്തമായിരിക്കുന്ന എല്ലാവരും ചേർന്ന സ്വർഗീയമായിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആരൊക്കെ ഉണ്ടാവും അവിടെ? എല്ലാവരും ഉണ്ടാവും. എല്ലാ രാജ്യക്കാരും ഉണ്ടാവും, എല്ലാ ഭാഷക്കാരും ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരുമായ ജാതിക്കാരുണ്ടാവും. അവരിൽ നിന്നെല്ലാം ക്രിസ്തുവിന് വേണ്ടി, കുഞ്ഞാടിന് വേണ്ടി വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു കൂട്ടമായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കും. സകലവിധ മീനും പിടിക്കുന്നുണ്ട്. എന്നാ വലയിലെത്തുമ്പോ അവർ പറയണേ, ആ മീനുള്ള വലയിൽ ഞങ്ങൾ നിൽക്കില്ല, ഈ മീനുള്ള വല ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില മീനും വലയും വള്ളവും ഒക്കെ വേണം എന്ന് പറയാണ്. അത് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വല കെട്ടുന്നവരില്ലെന്ന്. വല കീറിക്കൊണ്ടിരിക്കുമ്പോ യേശു ശിഷ്യന്മാരെ വിളിച്ചത് വല നന്നാക്കുന്നവരും വല കഴുകുന്നവരും വല വീശുന്നവരുമായി കണ്ടിട്ട് ശിഷ്യന്മാരെ വിളിച്ചു. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇല്ലേ? കുറെ ആൾക്കാർ വല കഴുകുകയാണ്, ഇല്ലേ? ദൈവരാജ്യത്തിന്റെ അനുഭവം പറയണത്. കുറച്ച് മീൻപിടുത്തം കഴിയുമ്പോൾ എല്ലാ വലകളും എല്ലാത്തിനും കുറെ ചണ്ടികളൊക്കെ അടയും, ആവശ്യമില്ലാത്തതൊക്കെ വന്ന് ചേരും. എവറി ടൈം നമ്മളത് വൃത്തിയാക്കണം. നമ്മൾ വൃത്തിയാക്കിയില്ലെങ്കിൽ പിന്നീട് അതിലൊന്നും നടക്കില്ല. പല സുവിശേഷ പ്രവർത്തനങ്ങളും അങ്ങനെയാണ്. തുടങ്ങുമ്പോൾ നല്ല ആവേശത്തോടു കൂടെ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും? എല്ലാ ചണ്ടിയും വന്ന് അടയും ഈ വലയിൽ. അവിടെ ചില വലകളിൽ എന്താ പ്രത്യേകത എന്ന് പറയുക, ചില മത്സ്യബന്ധനക്കാരില്ലേ, അവർ മീനൊക്കെ നന്നായി പിടിക്കും, പക്ഷെ വല കഴുകില്ല, അതങ്ങനെ ഇടും. പക്ഷെ യേശുവിന്റെ ശിഷ്യന്മാർ വല കഴുകുന്നവരായിരുന്നു. വല നെയ്യുന്നവര്, കൂട്ടിക്കെട്ടുന്നവര്. കീറലുണ്ടാവുമ്പോ അപ്പം എന്ത് ചെയ്യണം? അത് നെയ്തെടുക്കണം. ഇന്ന് നെയ്ത്തുകാർ തീരെയില്ല. വല ഉണ്ടാക്കുന്നവർ. പണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ
പാടത്തുള്ള മീനൊക്കെ പിടിക്കാൻ പോകാനായിട്ട് ഞങ്ങളുടെ അപ്പാപ്പനൊക്കെ വലയൊക്കെ നെയ്യായിരുന്നു. അപ്പോൾ ആ വല തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിലെ കണ്ണികൾ അകന്നു പോയതൊക്കെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കും. ഇന്ന് ദൈവരാജ്യത്തിൽ കൂട്ടി യോജിപ്പിക്കുകയല്ല ചെയ്യുന്നത്, ഓരോ വലയും കീറി കൊണ്ടുപോവാണ്, ഓരോ കഷ്ണം കീറി കൊണ്ടുപോവുക, ഓരോരുത്തരും കീറുകയാണ്. പക്ഷേ ദൈവരാജ്യമാകുന്ന വല തുന്നാനായിട്ട് കുറച്ച് ആൾക്കാരെ ദൈവം ആഗ്രഹിക്കുക. എനിക്കതിൽ തുന്നുന്നവരായി തീരാനായിട്ട് പറ്റുമോ? എനിക്കത് ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് പറ്റുമോ? ഞാൻ എന്താ ചെയ്യേണ്ടത്? വല കഴുകുന്ന ആളാണോ? ഞാൻ വല നെയ്യുന്ന ആളാണോ? ഞാൻ വല തുന്നിച്ചേർക്കുകയാണോ? കഴുകുകയാണോ? ഇതൊക്കെ നമ്മൾ ഈ ദിവസങ്ങളായിട്ട് നോക്കാം. അപ്പൊ ദൈവരാജ്യത്തിൽ ഈ അനുഭവങ്ങൾ ഈ ഉപമകളിലൂടെ പറയുകയാണ്. അടുത്തതായിട്ട് പറയണത് രാജാവിന്റെ പരീക്ഷണം. രാജാതി രാജാവായിരിക്കുന്ന കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ രാജാവിന് കുറെ പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു, ഇല്ലേ? അവന്റെ സ്വന്തം നാട്ടുകാരുടെ അവിശ്വാസം ഒരു പരീക്ഷയായിരുന്നു യേശുവിന്. അവർ പറഞ്ഞു, ഇവൻ തച്ചന്റെ മകനല്ലയോ, മറിയുടെ മകനല്ലയോ, ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസേ, യൂദേ എന്നിവർ നമ്മോട് കൂടെ ഉള്ളവരായിരുന്നില്ലയോ? ഇവന്റെ സഹോദരിമാരും നമ്മോട് കൂടെയുണ്ട്. ഒരു പ്രവാചനം സ്വന്തം ദേശത്തിലല്ലാതെ അംഗീകാരമുള്ളവനല്ല, ഇല്ലാത്തവനല്ല. അവിടെ സ്വന്തം നാട്ടുകാർക്ക് മാത്രം വിശ്വസിക്കാനായിട്ട് കഴിയില്ല. യേശുവിന്റെ കാര്യത്തിലും അങ്ങനെയാണ്. അപ്പൊ അവിശ്വാസത്തെ അതിജീവിക്കാനായിട്ട് യേശു രാജാവ് എന്ന രീതിയിൽ അവൻ അതിന് തയ്യാറാവാണ്. അടുത്തതായിട്ട് യോഹന്നാൻ സ്നാപകന്റെ മരണം. ഇതൊരാളെ പിടിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ബാക്കി എല്ലാവരും പേടിച്ച് പിന്മാറിക്കൊള്ളണമെന്ന്. യാക്കോബിനെ കൊല്ലുവാൻ അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ കാണുകയാണ്, കൊന്നു. അപ്പൊ ഇനി ബാക്കി പത്രോസിനെ തടവിലാക്കി, ബാക്കി എല്ലാവരും ചിതറിപ്പോകുന്ന വിചാരിച്ച്. ഒരാളെ എങ്ങനെ ചെയ്യണത് എന്തിനു വേണ്ടിയാണെന്നറിയോ? മറ്റുള്ളവരുടെ ധൈര്യം. ഇപ്പൊ 2 കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തു, അവരെ വിട്ടയക്കുന്ന ഉറപ്പായിരുന്നു. എന്തിനു വേണ്ടിയാണ് വിട്ടയച്ചത്? ഇനി നാളെ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നവർക്കും യേശുവിന്റെ ശിഷ്യന്മാരായിരിക്കുന്നവർക്ക് എല്ലാവർക്കും സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒരു ഭയം, ഉൾഭയം ഉണ്ടാവണം. അതാണ് കാര്യം. അപ്പോ യോഹന്നാൻ സ്നാപകന്റെ മരണത്തിലൂടെ ലോകപ്രകാരമുള്ള രാജ്യത്വത്തിനെതിരെ നിൽക്കുന്ന, ഹെരോദാവിന്റെ ഇംഗിതങ്ങൾക്കെതിരെ നിൽക്കുന്നവരെല്ലാം കൊല്ലാനുള്ള പദ്ധതിയാണ്. അതെല്ലാ ഭരണകൂടം എല്ലാ കാലത്തും ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അവർ ചെയ്യണം. യോഹന്നാൻ സ്നാപകന്റെ മരണം നമുക്കറിയാം എങ്ങനെയാണ് ചതിയിലൂടെ ഏർപ്പെടുത്തുന്നത്. ഹെരോദ്യയുടെ മകൾ വന്ന് നൃത്തം ചെയ്ത് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ പറയാണ് യോഹന്നാൻ സ്നാപകന്റെ തല മതി. അവിടെ വന്ന വിരുന്നുകാരെ ഓർത്ത്, തൻ്റെ ശബ്ദം ഓർത്ത് അത് ചെയ്തു കൊടുക്കുകയാണ്. തല എടുത്തു കൊടുത്ത്. ആ കഥയെല്ലാം നമുക്കറിയാം. അടുത്ത എതിർപ്പുകൾ വർദ്ധിക്കുന്നു. എതിർപ്പുകൾ വർദ്ധിക്കുന്നു. യേശുവിനുള്ള എതിർപ്പുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം യേശു അവരുടെ സമ്പ്രദായങ്ങളെ, ആചാരങ്ങളെ യേശു വിമർശിക്കുകയാണ്. അവിടെ 14-ാം അധ്യായത്തിൽ പറയാണ്, 4-ാം വാക്യം, 15-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയാണ്, അവരുടെ സമ്പ്രദായം ഖുർബാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അപ്പനെയോ അമ്മയോ നിങ്ങൾ സംരക്ഷിച്ചില്ലെങ്കിലും അവർക്ക് പറയണം, ഖുർബാൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ചില വഴിപാടുകൾ നേർന്നാൽ നിങ്ങൾ ആ ദൗത്യത്തിൽ നിന്ന് നിങ്ങൾക്ക് പിന്മാറാം. അപ്പനെയും അമ്മയും പിന്നെ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. വളരെ എളുപ്പമാണ് അല്ലേ? മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിന് പകരം ചില ആചാരങ്ങൾ, സമ്പ്രദായങ്ങൾ ചെയ്താൽ മതി. ദൈവകൽപ്പനയ്ക്കെതിരെയായി സമ്പ്രദായങ്ങളെ വളർത്തിക്കൊണ്ടുവരിക. നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതിയിട്ടാ. നമ്മൾ എന്തെല്ലാം സമ്പ്രദായങ്ങൾ ദൈവകൽപ്പനയ്ക്ക് പകരമായിട്ട് ചെയ്തുകൊണ്ട് വരുന്നു. എതിർപ്പ് വരാൻ വേറെ എന്തെങ്കിലും വേണോ? അടുത്തതായിട്ട് അതിന്റെ 14-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തില് 5 അപ്പം 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നു. അതൊന്നും ഞാനിവിടെ വിസ്തരിക്കുന്നില്ല. ശിഷ്യന്മാരോട് പറയാം, അവരെന്നെ പറഞ്ഞയച്ചോൾവിൻ, അവർ മടങ്ങി പോകട്ടെ എന്ന് പറയുമ്പോൾ യേശു പറയണം, അല്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കും. ഇന്നും നമ്മളോടുള്ളത് ദൈവത്തിന്റെ ആഹ്വാനമാണ്. നമ്മൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കും. അതുകൊണ്ടാണ് നമ്മുടെ PPC മിഷനിലൊക്കെ ചെയ്യുന്നത്,
ഒരു ദിവസം നമുക്ക് പറ്റാവുന്ന അത്രയും ഭക്ഷണം കളക്ട് ചെയ്തിട്ട് അനാഥർക്കും തെരുവിലുള്ളവർക്കും വേണ്ടിയല്ല നമ്മൾ കൊടുക്കുന്നത്. യേശു പക്ഷേ അത് ചെയ്തത് 5 അപ്പം കൊണ്ടാണ് 5000 ആയിട്ട് വർദ്ധിച്ചത്. നമുക്കുള്ളത് മാത്രമേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷെ യേശു സർവത്തിൻ്റെയും സൃഷ്ടാവായിരിക്കാൻ അവനിതെല്ലാം വർദ്ധിപ്പിക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോ യേശു 5 അപ്പം കൊണ്ട് 5000-ത്തെ പോഷിപ്പിക്കുന്നു. വേറെ 15:32 പറഞ്ഞിട്ട് 4000 പേർക്ക് 7 അപ്പവും കുറെ ചെറുമീനും കൊണ്ട് അവരെ പോഷിപ്പിക്കുകയാണ്. 4000 പേരെ പോഷിപ്പിക്കുന്ന അത്ഭുതം സംഭവിക്കുകയാണ്. ഇങ്ങനെ യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങളുടെ പരമ്പരയാണ് നമ്മളവിടെ കാണുന്നത്. അതിന്റെ 22-23 ദ്വിദ്രഹ്മപ്പണം വാങ്ങുന്നവർക്ക് അവർ വന്നപ്പോൾ യേശു പറയാണ്, അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിൽ ചെന്ന് ആദ്യം കിട്ടുന്ന മീനിന്റെ പൊളിച്ച് നിനക്ക് ചതുദ്രഹ്മപ്പണം കിട്ടും, എനിക്കും നിനക്കും വേണ്ടി കൊടുക്കാം. യേശു വളരെ വലിയ കാര്യമാണ് പറയണത്. ഈ ലോകത്തിന്റെ നിയമങ്ങൾക്ക് അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, വളരെ വ്യക്തമായിട്ട് ചെയ്യണം. രാജാവ് എന്ന രീതിയിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായിരിക്കുമ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ തിരിച്ചറിയണം. തൻ്റെ മരണത്തെക്കുറിച്ചുള്ള പ്രവചനം 16-ാം അധ്യായത്തിന്റെ 21-28 വാക്യങ്ങൾ, ഞാൻ യഹൂദന്മാരാൽ പീഡിപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്യാൻ പോവുകയാണ്. പത്രോസ് പറയാണ്, നീ ദൈവരാജ്യത്തിന്റെ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുമ്പോൾ യേശു പറയാണ്, ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് നീ മനസ്സിലാക്കേണ്ടത്, രാജാവായി എന്നെ നീ മനസ്സിലാക്കുമ്പോൾ ഞാൻ മരണത്തിലൂടെ രാജാവാകാൻ പോവാണ്, ക്രൂശിലൂടെ രാജാവാകാൻ പോവാണ്. ക്രൂശിനെ കേന്ദ്രീകരിച്ചുള്ള പഠിപ്പിക്കല്. യേശു പറയാണ്, ഞാൻ കൊല്ലപ്പെടും. അപ്പൊ പത്രോസ് പറയണം, അയ്യോ നിനക്കങ്ങനെ ഭവിക്കരുത്, ഒരു നാളും ഭവിക്കരുത്. അപ്പൊ യേശു പറയണ എങ്ങനെയാണ് ക്രൂശിന്റെ പഠിപ്പിക്കലിനെതിരെ പത്രോസ് പറയുമ്പോൾ, സാത്താനെ നീ എന്നെ വിട്ട് പോ, നീ മനുഷ്യൻ്റെതാ ചിന്തിക്കുന്നത്, ഞാൻ ദൈവത്തിൻ്റെതത്രേ നിന്നോട് പറയുന്നത്. അപ്പോൾ ഇന്ന് ക്രൂശില്ലാത്ത പഠിപ്പിക്കലുകൾ കേൾക്കുമ്പോൾ നമ്മൾ അതിനോടും പറയണം, യേശു പറഞ്ഞ പോലെ, സാത്താനെ എന്നെ വിട്ട് പോ, മനുഷ്യൻ്റെത് നീ നോക്കുന്നത്, ഞാൻ ദൈവത്തിൻ്റെതാണ്, പദ്ധതിയാണ്, രാജാവിന്റെ പദ്ധതിയാണ് ഞാൻ പറയേണ്ടത്. അടുത്ത് പറയണം, ദൈവത്തിന്റെ ക്ഷമയുടെ മഹാത്മ്യത്തെ കുറിച്ചുള്ള പഠിപ്പിക്കൽ. അപ്പൊ രാജാവ് എന്ന രീതിയിൽ യേശു പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചിന്തിച്ചത്, നമ്മുടെ ഇന്ന് കൺക്ലൂഡ് ചെയ്യാനുള്ള സമയമായി അല്ലേ? അപ്പൊ അതിന്റെ കൂടെ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കാം. ഞാൻ അതിനു മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് അത് കൺക്ലൂഡ് ചെയ്യാം. രാജാവിന്റെ പരിപാടികൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, യോഹന്നാനുള്ള സന്ദേശം, പുരുഷാരത്തിനുള്ള സന്ദേശം, പട്ടണങ്ങൾക്കുള്ള സന്ദേശം, ശിഷ്യത്വത്തിലേക്കുള്ള ക്ഷണം, മത നേതാക്കന്മാർക്കുള്ള സന്ദേശം, രാജ്യത്തെക്കുറിച്ചുള്ള ഉപമകൾ. രാജ്യത്തെക്കുറിച്ചുള്ള ഉപമകൾ ഏതൊക്കെയാണ്? 7 ഉപമകള്. വിതക്കാരന്റെ ഉപമ, നല്ല വിത്തും കളയും, അടുത്ത് കടുകുമണിയുടെ ഉപമ, പുളിച്ച മാവ്, വയലിൽ ഒളിച്ചു വെച്ച നിധി, നല്ല മുത്ത്, കടലിഴുന്ന വല, തുന്യം. പിന്നെ യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങൾ അവിടെയുണ്ട്. 5 അപ്പം കൊണ്ട് 5000-ത്തെ പോഷിപ്പിക്കുന്നു, 4000 പേർക്ക് 7 അപ്പവും കുറെ മീനും കൊണ്ട് കൊടുക്കുന്നത്. കനാനിയ സ്ത്രീയുടെ ഉപമ, അത് പ്രധാനപ്പെട്ട ഇതാണ്. യഹൂദയിൽ നിന്ന് വ്യത്യസ്തയായിരിക്കുന്ന ഒരു സ്ത്രീ, സുറഫോയിക്ക് ജാതിക്കാരിയായ സ്ത്രീ യേശുവിന്റെ പുറകെ വരികയാണ്. യേശു അവൾക്ക് രക്ഷ കൊടുക്കുന്നത്. അത് മാത്രമായിട്ട് ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല, പിന്നീട് എപ്പോഴെങ്കിലും നമ്മുടെ വേറെയുള്ള ബൈബിൾ ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ച് പറയാം. അത് പറഞ്ഞാൽ നമ്മുടെ ഒരു ക്ലാസ് തന്നെ അതിന് പോകും. അടുത്ത തൻ്റെ മരണത്തെക്കുറിച്ചുള്ള പ്രവചനം, ക്രൂശിനെ കേന്ദ്രീകരിച്ചുള്ള പഠിപ്പിക്കൽ. യേശുവിന്റെ പഠിപ്പിക്കൽ എപ്പോഴും ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, ക്രൂശിലൂടെയാണ് അതിന്റെ വില കൊടുക്കപ്പെടുന്നത്. ദൈവത്തിന്റെ ക്ഷമയുടെ മഹാത്മ്യത്തെക്കുറിച്ചും തൻ്റെ മരണത്തെക്കുറിച്ചും അവർക്ക് ഭയങ്കര ഇടർച്ചയായി യേശുവിന്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ. അവർ അല്പ രാജാവാന്ന് വെച്ചാൽ അവരത് കേട്ടേ ഇല്ല. ഈ ചെവി കൂടെ കേട്ടിട്ട് ആ ചെവി കൂടെ വിട്ടു. യേശു മരിക്കുന്നു എന്ന് പറഞ്ഞത് അവരൊന്നും വിശ്വസിക്കുക പോലും ചെയ്തില്ല, അവർ ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് മത്തായി സുവിശേഷത്തിൽ നിന്ന് പഠിച്ചത്. അതിൻ്റെ 17-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങൾ പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്
രാജാവിന്റെ പ്രശ്നങ്ങൾ, രാജാവിന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും, രാജാവിന്റെ ലാസ്റ്റ് കമാൻഡ്മെന്റ്, അന്ത്യനിയോഗം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സുവിശേഷീകരണത്തിലൊക്കെ നമുക്ക് വളരെ ശക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. രാജാവിന്റെ പ്രശ്നങ്ങളുണ്ട്, രാജാവിന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും.